ഗോകുൽ രവി കൂടി നമുക്കൊപ്പം വീണ്ടും ചേരുന്നു. ആക്ഷേപ ഹാസ്യത്തിൻ്റെ പുതിയ സാധ്യതകൾ തൻ്റെ തിരക്കഥകളിൽ ഉണ്ടാക്കിയ ഒരു മഹാനടൻ്റെ വിയോഗത്തിനാണ് നമ്മൾ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഗോകുൽ, വ്യക്തിപരമായി എനിക്കേറെ സങ്കടമുണ്ട് ഈ നടൻ്റെ ഈ വിയോഗം അറിയുമ്പോൾ. ഒരുപാട് കാലത്തെ ഏതാണ്ട് 48 കൊല്ലക്കാലം അദ്ദേഹം മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു. അതിൽ ഏതാണ്ട് ഒരു 42-44 കൊല്ലവും അദ്ദേഹത്തിന് എനിക്ക് അടുത്തറിയാമായിരുന്നു. അപ്പോൾ നമുക്ക് പിണക്കങ്ങളില്ലാതെ ഇണങ്ങി പോകാൻ കഴിയുന്ന, കാപട്യങ്ങളില്ലാത്ത ഒരു നടൻ അദ്ദേഹം വിടവാങ്ങുമ്പോൾ നമുക്ക് എന്താണ് പറയാനാവുക എന്ന് പോലും മനസ്സിലാകുന്നില്ല. ഗൂഗിൾ തീർച്ചയായും അക്ഷരങ്ങൾ കൊണ്ട്, വാക്കുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഒരുപാട് കഥാപാത്രങ്ങളെ അവശേഷിപ്പിച്ചാണ് ശ്രീനിവാസൻ മടങ്ങുന്നത്. അത് അഭിനയത്തിലൂടെയാണെങ്കിലും തിരക്കഥയിലൂടെയാണെങ്കിലും എല്ലാ കാലത്തും യാഥാർത്ഥ്യ ബോധത്തിൽ അടിയുറച്ചിരുന്ന, അല്ലെങ്കിൽ യഥാർത്ഥ ജീവിത പശ്ചാത്തലങ്ങളിൽ, പരിസരങ്ങളിൽ അത്രയും റൂട്ടഡായ ക്യാരക്ടേഴ്സ് ആയിരുന്നു ശ്രീനിവാസൻ്റെ എന്നുള്ളതാണ്. ഒരു പക്ഷേ മലയാള സിനിമയുടെ ഒരു ചരിത്രം ഇങ്ങനെ പറഞ്ഞു പോയാൽ പത്മരാജൻ്റെയോ അല്ലെങ്കിൽ KG ജോർജിൻ്റെയോ ഒക്കെ കാലത്തെ കുറച്ചുകൂടി ഭാവനാത്മകമായ ഫാൻറ്റസി കലർന്ന എഴുത്തിൻ രീതിയിൽ നിന്നൊക്കെ വിട്ട് കുറെ കൂടി യാഥാർത്ഥ്യബോധമുള്ള മധ്യവർഗ കഥാപാത്രങ്ങളുടെ അവരുടെ ജീവിത പരിസരങ്ങളെ വളരെ തന്മയത്വത്തോടുകൂടി അങ്ങേയറ്റം അതിൻ്റെ ഭാഷ പോലും കുറെ കൂടി എല്ലാ മനുഷ്യർക്കും സ്വീകാര്യമായ, അല്ലെങ്കിൽ അവർക്ക് കണക്ട് ചെയ്യാവുന്ന തരത്തിലുള്ള എഴുത്തിലേക്കൊക്കെ ശ്രീനിവാസൻ മാറിയെന്നത് പലരും നിരീക്ഷിക്കാറുണ്ട്. KG ജോർജ് സാറുമായിട്ടുള്ള തൻ്റെ അടുപ്പം, അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പമുള്ള സിനിമകളിലെ ഇടപെടൽ, മേള പോലെയുള്ള സിനിമകളിലൊക്കെ ശ്രീനിവാസൻ ഉണ്ടായിരുന്നു. തുടക്കകാലത്ത് തന്നെ KG ജോർജുമായുള്ള തൻ്റെ അടുപ്പവും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചതുമൊക്കെ പിന്നീട് തൻ്റെ തിരക്കഥയിലും സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ശ്രീനിവാസൻ പറയുമ്പോൾ പോലും ശ്രീനിവാസന് മുമ്പും ശേഷവും എന്ന് മലയാള തിരക്കഥയെ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. അത്തരത്തിൽ ഒരു വഴിമാറി നടത്തം തിരക്കഥയിൽ കൊണ്ടുവന്ന മഹാനായ എഴുത്തുകാരൻ എന്ന് പറയാതിരിക്കുന്നത് എങ്ങനെയാണ്? ഇത്രയേറെ സിനിമകൾ, ആ സിനിമകൾ നർമ്മം പലപ്പോഴും എല്ലാ സിനിമകൾക്കും എല്ലാ ചേരുവകളും ചേർത്ത് വെക്കുമ്പോൾ പോലും അതിൻ്റെ അവസാനങ്ങൾ ഒരിക്കലും ധരിപ്പിക്കുക എന്നതൊന്നും ശ്രീനിവാസന് നിർബന്ധമില്ല. പതിവ് വഴികളിൽ നിന്ന് മാറി നടക്കുമ്പോൾ പോലും ആ സിനിമകളൊക്കെ വമ്പൻ ഹിറ്റുകളായി. ആ ഹിറ്റുകളുടെയൊക്കെ ലിസ്റ്റ് നമ്മളിങ്ങനെ പറഞ്ഞതാണ്. അതിലപ്പുറത്തേക്ക് ശ്രീനിവാസനെ പറ്റി ഈ അടുത്ത് സിബി മലയിൽ മുത്താരംകുന്ന് PO സിനിമയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. സെറ്റിൽ വന്നിരുന്നിട്ട് ബാക്കി തിരക്കഥ എഴുതുക, അടുത്ത സീനുകൾ എഴുതുക. അങ്ങനെ ഒരു സ്പോണ്ടേനിയസ് റൈറ്ററായിരുന്നു. ഒരേ സമയം തന്നെ പല സിനിമകൾക്ക് തിരക്കഥ എഴുതുക, അങ്ങനെ സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്ക് ഓടി നടന്ന തിരക്കഥ എഴുതുന്ന ശ്രീനിവാസനെ പറ്റിയൊക്കെ ഈ അടുത്ത ദിവസങ്ങളിൽ പോലും ഓർത്തെടുക്കുന്നുണ്ടായിരുന്നു സിബി മലയിൽ പോലും. അങ്ങനെ അത്തരത്തിൽ എഴുത്തിൽ അപാരമായ സിദ്ധിയുള്ള ഒരു മനുഷ്യൻ അഭിനയത്തിന് കൊതിച്ച് സിനിമയിലേക്ക് വന്ന് എഴുത്തുകാരനായി പിന്നീട് സംവിധായകനായപ്പോൾ നമ്മൾ കണ്ടതാണ്. വടക്കുനോക്കി യന്ത്രത്തിലായാലും ചിന്താവിഷ്ട ശ്യാമളയിലായാലും, ചിന്താവിഷ്ട ശ്യാമള ആ ഘട്ടത്തിൽ ഏറ്റവും മികച്ച ജനപ്രിയ സിനിമയ്ക്കുള്ള അവാർഡ് അടക്കം നേടുന്നുണ്ട്. ശ്രീനിവാസൻ്റെ കരിയർ തന്നെ ഏറ്റവും കൂടുതൽ അവാർഡുകൾ ലഭിച്ചത് കഥയ്ക്കും തിരക്കഥയ്ക്കുമാണ്. വെള്ളാനകളുടെ നാട് എന്നൊരു സിനിമയെപ്പറ്റി നമ്മൾ ഒന്ന് കീറി പണം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന കരാറുകാരൻ, അങ്ങനെ വിരസമായ ഒരു കഥ, അല്ലെങ്കിൽ ഒരു കഥാതന്തുവിനെ എത്ര രസകരമായാണ്, എത്ര മനോഹരമായാണ് നമ്മുടെ ജീവിതവുമായി ചേർത്ത്. വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.